ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്ത് പുതിയൊരു സീസണിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് തയ്യാറായി. തകർന്നടിഞ്ഞോർത്ത് നിന്ന് പ്രതീക്ഷകളെ കത്തിപ്പൊന്തിക്കാൻ പറ്റിയ പുതിയൊരു സീസൺ. വരാൻ പോകുന്ന ശക്തരിൽ വെച്ച് ഏറ്റവും വലിയ ശക്തർക്കെതിരെ നേരിടാൻ പോകുമ്പോൾ ഭയന്ന് പിന്മാറുന്ന ഒരു ടീമിനെയല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ കാണുന്ന ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് അവർക്കതിന് കഴിയുമറിയില്ല. പക്ഷെ അവർക്കതിന് കഴിഞ്ഞാൽ ഇതൊരു പുതുചരിത്രമായിരിക്കും. ഹായ് ഗായ്സ്, കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ സൈനികനെ കുറിച്ചാണ്. സോ ഇന്നലെ മുതൽ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ കാര്യമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ട്രെയിനിങ് കാര്യമൊക്കെ കൊച്ചിയിലായിരിക്കും. മത്സരങ്ങളെല്ലാം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും. പിന്നെ ഫിക്സറും കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുള്ളൂ. ആദ്യ മത്സരം മോഹൻ ബഗാനും ബ്ലാസ്റ്റേഴ്സുമായും ഏറ്റുമുട്ടും. സോ ആദ്യം ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഫ്രഞ്ച് താരമായുള്ള കെവിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്നത്. സോ പുള്ളിക്കാരൻ PSG ബി ടീമിലൊക്കെ കളിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നെ പുള്ളിക്കാരന്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഒരു ആവറേജ് പ്ലെയർ മാത്രമാണ്. പിന്നെ പുള്ളിക്കാരൻ ലെഫ്റ്റ് വിങ്ങറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടും കളിക്കാൻ കൽപ്പുള്ള താരം തന്നെയാണ്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ സൈനിങ് സ്പാനിഷ് താരമല്ല മാറ്റിയസ് ഹെർണാണ്ടസിനാണ്. സോ പുള്ളിക്കാരനും ഒരു ആവറേജ് പ്ലെയർ മാത്രമാണ്. പിന്നെ പുള്ളിക്കാരനും ഗോകുലത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ സ്പാനിഷ് ലോ ഡിവിഷൻ ലീഗുകളിലൊക്കെ കളിച്ച് പരിചയസമ്പത്തുള്ള താരം തന്നെ. ഇപ്പൊ ടീമിൽ ഏകദേശം 3 വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു കഴിഞ്ഞു. എന്തായാലും ഇനി വിദേശ താരങ്ങളെ സൈനിങ് ഉണ്ടാവുന്ന കാര്യമൊക്കെ അറിയില്ല. ഉണ്ടാവാനുള്ള ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് കാര്യമൊക്കെ കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോനെ കുറിച്ച് ഇത്തരത്തിനോട് പറയാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ കാണുന്നതിലും